പി കെ ശശിക്ക് മറുപടിയുമായി ഡിവൈഎഫ്ഐ. ഏത് ബിലാൽ പറഞ്ഞാലും മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാട് അല്ലെന്ന ഡിവൈഎഫ്ഐ. ഒരു കൂട്ടുകച്ചവടവും മണ്ണാർക്കാട്ടെ പാർട്ടി അനുവദിക്കാത്ത സ്ഥിതി ഉണ്ടായി. അഴിമതി ആരോപണം ഉന്നയിച്ചത് നല്ല പരിശുദ്ധിയോട് കൂടിയെന്നും ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം പറഞ്ഞു. മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാടല്ല. അത് ഏത് ബിലാൽ പറഞ്ഞാലും മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാടല്ല. കൂട്ടുകച്ചവടം നടക്കില്ല, ഉറപ്പിച്ചോളി. അരിയൂർ ബാങ്ക് ഉൾപ്പെടെ ഈ നാട്ടില് രാഷ്ട്രീയമായ അവിശുദ്ധ സഖ്യത്തിന് പഴയ കാലത്തെ പോലെ ഒരു സാധ്യതയും ഇല്ലാതാക്കിയിട്ടുണ്ട് മണ്ണാർക്കാട്ടെ പാർട്ടി. ഒരു കൂട്ടുകച്ചവടത്തിനും മണ്ണാർക്കാട്ടെ പാർട്ടി അനുവദിക്കാത്ത സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പറഞ്ഞത് ശരിയാണ്. എന്ത് മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാട് അല്ല. വിവരങ്ങളുമായി അജിത് ബാബു ഉണ്ട്. അജിത്ത്, പൊതുമധ്യത്തിൽ ഇങ്ങനെ ഒരു വിമർശനം പരിചിതമല്ല ആ പാർട്ടിക്കും. ഡിവൈഎഫ്ഐ ആണെങ്കിൽ കൂടി ഡിവൈഎഫ്ഐക്കും ഇപ്പോൾ വലിയ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും അഖില പറഞ്ഞത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ പി കെ ശശി കഴിഞ്ഞ ദിവസം പേര് പറയാതെ തന്നെയായിരുന്നു മണ്ണാർക്കാട്ടെ ഒരു ഭാഗം CPM-നെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. പ്രധാനമായും ബിലാല് പഴയ ബിലാലാണ്, കൊച്ചി പഴയ കൊച്ചി അല്ലെങ്കിലും ബിലാൽ പഴയ ബിലാലാണെന്നുള്ള മാസ് ഡയലോഗ് ഉൾപ്പെടെ ഉയർത്തിയായിരുന്നു പി കെ ശശിയുടെ പ്രസംഗം. അതിനുശേഷം തന്നെ വലിയ തരത്തിലുള്ള പ്രചരണങ്ങളുണ്ടായി. പി കെ ശശി ഇത്തരത്തിൽ UDF-ലേക്ക് പോവുകയാണെന്ന് ഉൾപ്പെടെയുള്ള പ്രചരണങ്ങളുണ്ടായി. അത് ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില ആളുകളാണ് നടത്തുന്നതെന്ന് പി കെ ശശി മറുപടി പറഞ്ഞു. മാത്രമല്ല, ഏതെങ്കിലും ആൾക്കാർ പറഞ്ഞാൽ അത് കേൾക്കേണ്ട സാഹചര്യമില്ല എന്ന് കൂടി പി കെ ശശി കടുപ്പിച്ച് പറയുന്ന സാഹചര്യമുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ പി കെ ശശിക്കെതിരെ പേര് പറയാതെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായത്. അതായത് ഏത് ബിലാൽ പറഞ്ഞാലും മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാടല്ല എന്ന് ഡിവൈഎഫ്ഐ പറയുകയാണ്. ഒരു കൂട്ടുകച്ചവടവും അനുവദിക്കാത്ത രീതിയിലേക്ക് മണ്ണാർക്കാട്ടെ പാർട്ടി മാറിയിട്ടുണ്ട്. അഴിമതിക്കെതിരെ പറഞ്ഞത് സംശുദ്ധിയോടുകൂടിയാണെന്ന് കൂടി ഡിവൈഎഫ്ഐയുടെ മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറി പറയുന്നു. ഇത് എത്രത്തോളം മണ്ണാർക്കാട്ടെ വിഭാഗീയ പ്രശ്നങ്ങൾ രൂക്ഷമാണെന്ന് തെളിയിക്കുന്നത് കൂടിയാണ്. പി കെ ശശിയും അതുപോലെ തന്നെ CPM-ന്റെ ഒരു വിഭാഗവും തമ്മിൽ വലിയ പ്രശ്നങ്ങളാണ് അവിടെ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും ഈ സെന്റർ ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യ അതിഥിയായി എത്തുന്നതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വലിയ വിഭാഗീയതയിലേക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതേസമയം കോൺഗ്രസ് ആവട്ടെ ഈ പ്രശ്നത്തെ ഒരു ഗോൾഡൻ ചാൻസ് ആക്കി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പി കെ ശശിക്ക് അയോഗ്യതയില്ലെന്നും കോൺഗ്രസിലേക്ക് വരാൻ തടസ്സമില്ലെന്നും VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെ പറയുന്നത്. അങ്ങനെ ഈ സാഹചര്യത്തിൽ പി കെ ശശിയെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതേസമയം മണ്ണാർക്കാട്ടെ വിഭാഗീയ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയും ചെയ്യുകയാണ്. പി കെ ശശിക്ക് മറുപടിയുമായാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ എത്തിയിരിക്കുന്നത്. ഏത് ബിലാൽ പറഞ്ഞാലും മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാട് അല്ലെന്നൊക്കെയാണ് ഡിവൈഎഫ്ഐ വിമർശിക്കുന്നത്. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.